എങ്ങോട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര? വയനാട് എടക്കൽ കേവ്സിൻ്റെ അടുത്ത് ഞങ്ങൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ റിസോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. റിസോർട്ട് വരുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ്. ഏകദേശം കുറച്ച് തോനെ നടക്കാനുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ ആംബിയൻസ്. ഇതിലൂടെ നടക്കാനും ഭയങ്കര രസമാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഗൈസ്, ഞാൻ ആദ്യം ചെയ്തത് ഡ്രസ്സൊക്കെ മാറ്റി നേരെ പൂളിലോട്ട് എടുത്ത് ചാടലാണ്. ഇതെൻ്റെ ബ്രദറിൻ്റെ സാഹസിക പ്രവർത്തനങ്ങളാണ്. പൂളിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചയായിരുന്നു ഇത്. അതിമനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ പോത്താകൂടി വന്നത്. പിന്നെ അവിടെ ഞാൻ വീഡിയോ ഫോട്ടോസ് എടുക്കുന്നു. പണ്ടത്തെ കാലത്തെ സാധനങ്ങളെ വീട്ടിൽ നോക്കിയ വ്യൂ നല്ല വ്യൂ. ഗൈസ്, എൻ്റെ ഒപ്പല് ചക്ക കൂട്ടിച്ചെന്നുക ചക്ക ഉണ്ട് വെച്ചിട്ട്. അപ്പോ ഞാൻ ഇനിയും കുറെ ഇത് എടുക്കാണ്ട് ഇതിനും കാണിച്ചുതരാം. കുറെ കാര്യങ്ങളുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. കുറെ സപ്പോർട്ടാണ്. അപ്പോൾ അതേ മറക്കാൻ നിൽക്കണ്ട. ലൈക്ക് സബ്സ്ക്രൈബ് ഇപ്പോൾ കാണിച്ചുതരാം. ഏകദേശം വൈകുന്നേരമായി. വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഇത്. ചെറുതായിട്ട് കോടൊക്കെ വന്നു തുടങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ്. രാത്രിയായി ഗൈസ്. രാത്രിയിലെ പൂളിലെ കാഴ്ചകളാണിത്. രാത്രിയിലെ ഭക്ഷണത്തിനായി ഞങ്ങൾ ബാർബിക്യൂ സെറ്റ് ചെയ്തു. പിന്നെ എൻ്റെ മൂത്താപ്പാൻ്റെ അതിമനോഹരമായ പാട്ടുകളും ഉണ്ടായിരുന്നു.
नहीं मगर मेरे तुझको शायरी आ गई मैं शायद तू नहीं. ചിക്കനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പൊ ഗൈസ് ഇത് മോർണിംഗിലെ കാഴ്ചകളാണ്. ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു ഗൈസ്. കോടമഞ്ഞും തണുപ്പും ഒരു രക്ഷയില്ല ഗൈസ്. ഏതോ ഒരു ലോകത്തെത്തിയ പോലെയായിരുന്നു. രാവിലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഒരുപാട് കുരങ്ങന്മാർ ഇവിടേക്ക് വരും. അവർ കാണിക്കുന്ന കുസൃതികൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഏകദേശം ഉച്ചയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് മടങ്ങി. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഓരോ നിമിഷങ്ങളായിരുന്നു ഇത്. അപ്പോൾ ഗൈസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.